ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന്മേലുള്ള സജീവ ചർച്ചയ്ക്ക് വേദിയായി പാർലമെന്റ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ബജറ്റ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 2047 വികസിത ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ചവിട്ടുപടിയാകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുതിർന്ന പൌരന്മാർക്ക് വേണ്ടിയുള്ള പരിഷ്കരിച്ച നയത്തിനും പുതിയ വനിതാ നയത്തിനും അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ പ്രതിനിധി സംഘവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചു. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള അടിത്തറ പാകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് ലോക് ജൻശക്തി പാർട്ടി അംഗം അരുൺ ഭാരതി പറഞ്ഞു. ഡിജിറ്റൽ വ്യാപാര നിയമത്തെക്കുറിച്ച് പരാമർശിക്കവേ ഇന്ത്യ-US വ്യാപാര കരാറിന്റെ വിഷയം ഉന്നയിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്ത് ഡേറ്റാ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ ആധികാരികത തെളിയിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാജ്യസഭയിലും ബജറ്റിന്മേൽ സജീവ ചർച്ച നടന്നു. നടപടികൾ പൂർത്തിയാക്കി രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ശക്തമായ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. തൊഴിൽ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളതെന്ന് ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ബജറ്റ് മൗനം പാലിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ തള്ളിയ ധനമന്ത്രി 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ രാജ്യത്തെ മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും പറഞ്ഞു. 5 regional medical hubs medical tourism को बढ़ावा देगा. उसके साथ साथ 1 लाख अपॉर्चुनिटीज इन द नेक्स्ट 5 years उस एक स्कीम के द्वारा होने वाले हैं. एलाइड हेल्थ प्रोफेशनल्स के उस बड़ा स्कीम के द्वारा फिर 5 न्यू इंडस्ट्रियल टू टेक्सटाइल सेक्टर टू लेदर सेक्टर मेजर पार्क्स जो बना रहे हैं उसमें भी उद्योग और जॉब्स होने का संभावना क्लियरली दिखता है. ധവള വിപ്ലവം 2.0 കീഴിൽ രാജ്യത്ത് പാൽ ഉൽപാദനവും സംഭരണവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി കേന്ദ്ര സഹകരണ വകുപ്പ് സഹമന്ത്രി മുരളീധർ മോഹോൾ. പ്രതിദിന പാൽ ഉൽപാദനം 660 ലക്ഷം കിലോഗ്രാമിൽ നിന്ന് 1007 ലക്ഷം കിലോഗ്രാമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. 2047 വികസിത ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ചവിട്ടുപടിയാകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വനിതകളെയും യുവജനങ്ങളെയും സംരംഭകരാക്കുന്നതിന് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് വരുമെന്നും എന്നാൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി നൽകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും ശ്രീ സുരേഷ് ഗോപി ആരോപിച്ചു. ഇത് ഒരു ദീർഘദൃഷ്ടിയോട് സൈസപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് പൗരന്മാരെന്ന നിലയ്ക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ രാജ്യത്തിന്റെ അവകാശികൾ, അവർക്ക് വേണ്ടുന്ന ഒരു ലൈഫ് ഡിസൈൻ ഈ ബഡ്ജറ്റിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 2047 ഈ രാജ്യത്തിന്റെ സമ്പന്നത ഏതൊക്കെ വഴിക്ക് വരണം എന്ന് പറയുന്ന ഒരു സഞ്ചാര പാതയാണ് ഒരുക്കിയിട്ടുള്ളത്. മുതിർന്ന പൌരന്മാർക്ക് വേണ്ടിയുള്ള പരിഷ്കരിച്ച കേരള സംസ്ഥാന നയം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ അന്തസ്സും ക്ഷേമവും സജീവ പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് പുതിയ വയോജന നയത്തിന് രൂപം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സമഗ്രമായ ലിംഗനീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ വനിതാ നയത്തിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ബേപ്പൂർ തുറമുഖം PPP മാതൃകയിൽ വികസിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ പ്രതിനിധി സംഘവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. 2 MPമാരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന ശ്രീലങ്കൻ സംഘവുമായി ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും വിവിധ വിഷയങ്ങൾ പങ്കുവച്ചു. ഫെബ്രുവരി 5 ഡൽഹിയിലെത്തിയ സംഘം ഡൽഹിയിലും അഹമ്മദാബാദിലും സന്ദർശനം പൂർത്തിയാക്കിയാണ് കേരളത്തിലെത്തിയത്. വിവിധ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഫെബ്രുവരി 12 സംഘം കൊളംബോയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
നാടിന്റെ ഭാവിക്കുതകുന്ന പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പ് പരാതിരഹിതമായി പൂർത്തീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നവകേരളം എന്നതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം ഒരു സങ്കല്പമല്ല, ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അസാധ്യമായ ഒരു കാര്യമല്ലത്. അതിദാരിദ്ര്യം നാം മാറ്റിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് മുന്നേറാനാവും. നാടും ജനങ്ങളും അത് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാ ഭേദചിന്തകൾക്കും അതീതമായി ഇത്തരം കാര്യങ്ങൾക്ക് നാടിന്റെയും ജനങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നത്. സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിച്ചു. പാലക്കാട് നവീകരിച്ച മുണ്ടൂർ തൂത 4 വരി സംസ്ഥാന പാതയും ആലപ്പുഴയിലെ മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫേസ് 4, 5 പ്രവൃത്തികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്ത് 79 നിയോജക മണ്ഡലങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിലെ തന്നെ ഏക ഗോത്രവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിലെ 3 പോളിംഗ് സ്റ്റേഷനുകളിലെയും നോട്ടീസ് നൽകിയ മുഴുവൻ വോട്ടർമാരുടെയും ഹിയറിംഗ് നടപടി പൂർത്തീകരിച്ചു. അർഹരായ മുഴുവൻ വോട്ടർമാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് തിളക്കമാർന്ന നേട്ടം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ 2023-2024 വർഷങ്ങളിലെ പുരസ്കാരങ്ങളിൽ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. ആലപ്പുഴ ജില്ലയിലെ ചെറുതന, വിയ്യപുരം, തൃശൂർ ജില്ലയിലെ അളഗപ്പനഗർ, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്തുകളാണ് വിവിധ വിഭാഗങ്ങളിൽ 2 വർഷങ്ങളിലെ പുരസ്കാരം നേടിയത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. കുംഭം 1 13-ന് രാവിലെ 5-ന് നട തുറന്ന് പൂജകൾ ആരംഭിക്കും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി 17-ന് നട അടയ്ക്കും. ആലുവ മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ട്രെയിൻ സർവീസുകളിൽ റെയിൽവേ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് ആലുവയിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചു. ഷൊർണൂർ തൃശൂർ പാസഞ്ചർ ആലുവ വരെ നീട്ടുകയും അധിക സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്തു. തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് ആലുവയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ വരെ നീട്ടിയിട്ടുണ്ട്. ശിവരാത്രി പ്രമാണിച്ച് വൻതോതിലെത്തുന്ന തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കാനാണ് നടപടി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് വാഷിംഗ്ടണിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാന്റെ ആണവായുധ ബലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെടും. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ഇവരുടെ 6ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ന്യൂ സ്റ്റാർട്ട് ആണവ ഉടമ്പടി പ്രകാരം മുൻ നിശ്ചയിച്ചിട്ടുള്ള മിസൈൽ പോർമുന പരിധികൾ റഷ്യ തുടർന്നും പാലിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. US വ്യവസ്ഥകൾ ലംഘിക്കാത്തിടത്തോളം മോസ്കോ നിയന്ത്രണങ്ങൾ നിലനിർത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2010-ലെ ന്യൂ സ്റ്റാർട്ട് ആണവ ഉടമ്പടി ഫെബ്രുവരി 5-ന് അവസാനിച്ചിരുന്നു. ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ആവേശകരമായ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക. മത്സരം സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് 2ാം സൂപ്പർ ഓവറിലേക്ക് കടന്ന മത്സരത്തിൽ അവസാന പന്തിലാണ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെതിരെ 4 റൺസിന്റെ വിജയം ഉറപ്പിച്ചത്. T20 ലോകകപ്പ് 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയ അയർലൻഡിനെ 67 റൺസിന് പരാജയപ്പെടുത്തി. 3ാം മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിംഗിനയച്ചു. ലോകോത്തര AI മോഡലുകൾ വികസിപ്പിച്ച ഇന്ത്യയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ സർവം AIയെ പ്രശംസിച്ച് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗൂഗിൾ ജെമിനി, ചാറ്റ് GPT പോലുള്ള ആഗോള ഭീമന്മാരെ മറികടക്കാൻ സർവത്തിന് സാധിച്ചതായി ശ്രീ പ്രധാൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക ഭാഷകളിലും ലിപികളിലും ഉണ്ടാകുന്ന ഡോക്യുമെന്റ് ഇന്റലിജൻസ് വെല്ലുവിളികൾ പരിഹരിക്കാൻ ഈ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന്മേലുള്ള സജീവ ചർച്ചയ്ക്ക് വേദിയായി പാർലമെന്റ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ബജറ്റ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2047-ൽ വികസിത ഭാരതമെന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ ചവിട്ടുപടിയാകുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുതിർന്ന പൌരന്മാർക്ക് വേണ്ടിയുള്ള പരിഷ്കരിച്ച നയത്തിനും പുതിയ വനിതാ നയത്തിനും അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിൽ സന്ദർശനത്തിനെത്തിയ ശ്രീലങ്കൻ പ്രതിനിധി സംഘവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.